ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ തിരുവനന്തപുരത്ത് അനീഷാണ്. നമുക്കിന്നൊരു ഫ്യൂൽ ഇഞ്ചക്ഷൻ ടൈപ്പ് FZ ഉണ്ട്, വെർഷൻ 3 വണ്ടിയാണ്. ഇത് നമുക്ക് യഥാർത്ഥത്തിൽ വന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ഷാഫ്റ്റ് മാറാൻ വേണ്ടി വന്നതാണ്. നമുക്ക് കാണാൻ പറ്റും, മെയിൻ ഷാഫ്റ്റ് കംപ്ലൈൻ്റ് ആയ വണ്ടിയാണ്. അങ്ങനെ മെയിൻ ഷാഫ്റ്റ് മാറി, ക്ലച്ചൊക്കെ മാറി, അങ്ങനെ ഫുൾ ഓവറോൾ ഇതാണ് വണ്ടി. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് വണ്ടി സ്റ്റാർട്ടാവുന്നില്ല എന്നുള്ളതാണ്. അതായത് ഫ്യൂൽ പമ്പ് ഉറക്കുന്നില്ല. ഓടിച്ചു കൊണ്ടുവന്ന വണ്ടിയാണ്, വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഒരു കസ്റ്റമർ ഇടയ്ക്ക് ഒരു കംപ്ലയിൻറ്റ് പറയായിരുന്നു, വണ്ടി ഇതുപോലെ ഓഫായി പോകും എന്നൊരു കംപ്ലയിൻറ്റ് പറയുന്നുണ്ടായിരുന്നു. ഒരു ആക്സിഡൻറ്റ് നടന്ന വണ്ടിയാണ്, അതിന് ശേഷമാണ് ഇത്തരത്തിൽ ഓഫായിക്കൊണ്ടിരിക്കുന്നതാണ് പുള്ളി പറഞ്ഞത്. ഇപ്പോൾ എന്തായാലും നമ്മൾ അയച്ച ശേഷം ഇപ്പോൾ പരിപൂർണമായിട്ടും വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടാവുന്നില്ല. നമുക്കിപ്പം ഇനിയിപ്പോൾ നോക്കാം എന്താണ് പ്രശ്നം എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ പമ്പ് വർക്ക് ചെയ്യുന്നില്ല. ഞാൻ നോക്കി, ഫ്യൂൽ പമ്പ് വർക്ക് ചെയ്യുന്നില്ല, ഫ്യൂൽ പമ്പിൽ കണക്ഷൻ വരുന്നില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം. എന്നിരുന്നാലും ഇതാണ് പ്രശ്നം, വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. നമുക്ക് ഇന്നിപ്പോൾ എന്തായാലും നോക്കാൻ സമയമില്ല. നമുക്ക് നാളത്തേക്ക് ഇത് നമുക്ക് നോക്കാം എന്താണ് കംപ്ലയിൻ്റ് എന്നുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ അടുത്ത ദിവസം അങ്ങനെ കടയിലേക്ക് വന്നു. നമുക്കിനി ചെയ്യണമെന്ന് പറഞ്ഞാൽ താക്കോൽ ഓൺ ചെയ്യാം. താക്കോൽ ഓൺ ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്യൂൽ പമ്പിൻ്റെ ലൈനാണ് ഈ കാണുന്നത്. ഇതിനകത്ത് ഒരു ചുവപ്പും മഞ്ഞയും വയർ കാണാൻ പറ്റും. ഇതിനകത്ത് ഈ ചുവന്ന കളർ വയറെന്ന് പറയുന്നത് നമ്മുടെ ബാറ്ററിയുടെ 12 വോൾട്ട് വരുന്നതാണ്. മഞ്ഞ വയറെന്ന് പറയുന്നത് ഇതിൻ്റെ സിഗ്നൽ വയറാണ്, അതായത് ECM നിന്നുള്ള വയറാണ് വരുന്നത്. നമുക്ക് ഇതിനകത്ത് താക്കോൽ ഓൺ ചെയ്യുമ്പോൾ തന്നെ 12 വോൾട്ട് ഇതിനകത്ത് വരും. ജസ്റ്റ് ഏകദേശം 1 സെക്കൻഡ് മാത്രമേ വരുള്ളൂ, പെട്ടെന്ന് വന്നിട്ട് ഓഫായി പോകും. അതാണ് നമ്മൾ ഇഗ്നിഷൻ ഫസ്റ്റ് ഓൺ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അതിന് ശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മഞ്ഞയ്ക്കകത്ത് നമുക്ക് സിഗ്നൽ കാണാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ആ സിഗ്നൽ കാണണമെന്നുണ്ടെങ്കിൽ സെൽഫ് അടിച്ചാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനകത്ത് 12 വോൾട്ട് വരുന്നതെന്ന് ചെക്ക് ചെയ്യാം. റെഡ് വയറിൽ താക്കോൽ ഓൺ ചെയ്യണം. താക്കോൽ ഓൺ ചെയ്തു. നമുക്ക് ഇത്തരത്തിൽ കണക്ട് ചെയ്യാം. ഞാൻ ബോഡിയിൽ ടച്ച് ചെയ്യാണ്. കറക്റ്റായിട്ട് വോൾട്ടേജ് വരുന്നുണ്ട്. ബാറ്ററി വോൾട്ടേജ് ആയിരിക്കും ഇതിനകത്ത് ഡയറക്റ്റായിട്ട് വരുന്നത്. പക്ഷേ ഇതിനകത്ത് നമ്മളല്ലാതെ കണക്ട് ചെയ്യാൻ കാണിച്ചു തരാം. നമ്മൾ ഇത്തരത്തിൽ ചെക്ക് ചെയ്യുന്ന സമയത്തും ഇതിനകത്ത് ജസ്റ്റ് വോൾട്ടേജ് വന്നിട്ട് പോകണം. താക്കോൽ ഓഫ് ചെയ്ത് ഓൺ ചെയ്യാണ്. നോക്കിയാൽ കാണാൻ പറ്റും, ഒരു റെസ്പോണ്ടും ഇല്ല, പമ്പ് വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിനി അടുത്ത ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വോൾട്ടേജ് വരുന്ന സ്ഥിതിക്ക് നമ്മളിനി അടുത്ത് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ മഞ്ഞ വയറിൽ നിന്ന് ECM കണ്ടിന്യൂറ്റിയാണ് നോക്കാനുള്ളത്. ഈ വയർ എവിടെയെങ്കിലും ബ്രേക്ക് ആയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം, ഈ മഞ്ഞ വയർ. ഓക്കെ, നമുക്കിനി മഞ്ഞ വയറൊന്ന് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഈ സീൻ്റെ അടിയായിട്ടായിരിക്കും ECM ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വയറാണ് ചെക്ക് ചെയ്യാനുള്ളത്. ഒരു മഞ്ഞ വയർ കാണാൻ പറ്റും. ഈ മഞ്ഞ വയറാണ് നമ്മുടെ ഫ്യൂൽ പമ്പിൻ്റെ ലൈനിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കണ്ടിന്യൂറ്റിയാണ് ചെക്ക് ചെയ്യാനുള്ളത്. അതിന് മുന്നേ നമുക്ക് ECM ഊരണം. ECM നമ്മൾ ഒരു കാരണവശാലും പിടിച്ച് വലിക്കരുത്. പിടിച്ച് വലിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വയറെല്ലാം ഊരിപ്പോകാൻ സാധ്യതയുണ്ട്. ഇതുപോലെ ഈ ക്ലിപ്പ് പൊട്ടിപ്പോകും. അങ്ങനത്തെ ക്ലിപ്പ് പൊട്ടി വണ്ടികൾ വന്നിട്ടുണ്ട് ഇവിടെ. നമ്മളത് ഊരുന്നത് ശ്രദ്ധിക്കണം എങ്ങനെയാണെന്നുള്ളത്. ഏത് ECM ക്ലിപ്പ് ഊരുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ഫസ്റ്റ് അകത്തേക്കൊന്ന് പ്രസ് ചെയ്യാണ് വേണ്ടത്. ഇത്തരത്തിൽ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഒന്ന് റിലീസാവും. ഇല്ലെങ്കിൽ കണക്റ്റ് ആയിട്ടൊന്ന് ബാക്കിലേക്ക് മൂവ് ആകുമ്പോൾ ലോക്ക് കൂടുതൽ ടൈറ്റ് ആവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അമർത്തുക. അമർത്തിയതിന് ശേഷം ഇതിൻ്റെ ഈ മിഡിൽ പോർഷൻ കാണാൻ പറ്റും. ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് സ്ക്രൂ ഡ്രൈവർ വല്ലതും വെച്ചൊന്ന് അമർത്തുക. അകത്തേക്ക് അമർത്തുക. അമർത്തിയിട്ട് ഇത്തരത്തിൽ പുഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഊരി വരും. സൂക്ഷിച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ ക്ലിപ്പ് പൊട്ടും. നോക്കി കാണാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത്തരത്തിൽ ഊരി വരാൻ പറ്റും. കണക്ട് ചെയ്യുമ്പോൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പ്രസ് ചെയ്ത് തന്നെ ലോക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു അറിവിലേക്കായി പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. നമുക്ക് ECM മാറ്റി വയ്ക്കാം. താക്കോൽ ഓഫ് ചെയ്തിട്ട് വേണം ECM ഊരാനും കണക്ട് ചെയ്യാനുമായിട്ട്. നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂറ്റി ഒന്ന് ചെക്ക് ചെയ്യാം നമുക്ക്. ഓക്കെ ഫ്രണ്ട്സ്, ഞാനങ്ങനെ ഈ മൾട്ടിമീറ്റർ ഡയോഡ് മോഡിലാക്കിയിരിക്കുകയാണ്. കണ്ടിന്യൂറ്റി മോഡിൽ ആക്കിയിട്ട് ECMനകത്ത് നമുക്ക് കോൺടാക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ വയറിൻ്റെ കമ്പി എടുത്തിട്ട് ഇറക്കി വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ മൾട്ടിമീറ്റർ കോൺടാക്റ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. നല്ല ഷാർപ്പ് പ്രോബാണ്, എന്നിരുന്നാലും കോൺടാക്റ്റ് ചെറിയ പ്രശ്നം വരും, ക്ലിയറായിട്ട് അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇവിടെ ഈ നമ്മുടെ പമ്പിൻ്റെ മഞ്ഞ ലൈനായിട്ട് ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാം.
കണ്ടിന്യൂറ്റി ഓക്കെയാണ് ഫ്രണ്ട്സ്. ബീപ്പ് സൗണ്ട് കേൾക്കുന്നതായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒയർ ബ്രേക്കില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇത്തരത്തിലാണ് നമ്മളിതിൻ്റെ ഓരോ പ്രൊസീജിയറായിട്ട് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒയർ മഞ്ഞ ഒയറും ബ്രേക്കില്ല. നമ്മളിനി അടുത്ത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇനി അടുത്ത കംപ്ലൈൻ്റായിട്ട് ഇതിനകത്ത് വരാനൊരു സാധ്യത ഉള്ളതെന്ന് പറയുന്നത് ഇതിൻ്റെ ബാങ്ക് ആംഗിൾ സെൻസർ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ബാങ്ക് ആംഗിൾ സെൻസർ കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ ഫ്യൂൽ പമ്പ് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ അടുത്തിനി ബാങ്ക് ആംഗിൾ സെൻസർ ചെക്ക് ചെയ്യുക. അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, നമുക്ക് ഇനി ബാങ്ക് ആംഗിൾ സെൻസർ ചെക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ ECM പഴയ പോലെ കണക്ട് ചെയ്യണം. ഇങ്ങനെ വെച്ചിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പ്രസ് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക് ലോക്ക് ആയിക്കോളും. ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ് ഫ്രണ്ട്സ്. നമ്മൾ ഈ പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത്, വില പിടിക്കുന്ന സമയത്ത് ഇവിടെ നിന്നുള്ള ഒയർ അകത്തിൽ നിന്ന് പിന്നെ ഊരി വരും, പിന്നെ കോൺടാക്റ്റ് കിട്ടാതെ വരും. നമ്മൾ എങ്ങനെയൊക്കെ വയർ ഇത് ചെക്ക് ചെയ്താലും കംപ്ലയിൻറ്റ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഇവിടം വരെയൊക്കെ ആയിരിക്കും വയറിങ് ചെക്ക് ചെയ്യുന്നത്. അകത്ത് മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ വയറിട്ട് ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ പോലും ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ECMൻ്റെ ഈ വയറുകളൊക്കെ വലിയതൊക്കെ പരമാവധി നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാങ്ക് ആംഗിൾ സെൻസർ ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ റെഫറൻസ് വോൾട്ടേജ് ആയിരിക്കും വരുന്നത്, 12 വോൾട്ട് വരത്തില്ല. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇനി ഫ്രണ്ട്സ്, നമുക്ക് ഇനി ഈ ബാങ്ക് ആംഗിൾ സെൻസർ എന്ന് പറഞ്ഞ യൂണിറ്റ് ഇതാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മുടെ ഈ യമഹ വണ്ടികളുടെ വലതുവശത്തായിട്ടായിരിക്കും വരുന്നത്. ഹീറോ ഹോണ്ട പോലുള്ള വണ്ടികളുടെ ആണെങ്കിൽ സീറ്റിൻ്റെ അടിയിലും, യൂണിക്കോണിനൊക്കെ ആണെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡ് കവറിലത് സ്വല്പം ഉള്ളിലായിട്ടായിരിക്കും ബാങ്ക് ആംഗിൾ സെൻസർ ഇരിക്കുന്നത്. യൂണിക്കോൺ 160 നമ്മുടെ പുതിയ വണ്ടി VS6-നാണെങ്കിൽ അങ്ങനെ പല സ്ഥലങ്ങളിലായിരിക്കും ഇരിക്കുന്നത്. എല്ലാത്തിനും ഫംഗ്ഷൻ ഒന്ന് തന്നെയാണ്. അതായത് വണ്ടി മറിയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് മറിയുന്ന സമയത്തുണ്ടാകുന്ന തീപിടുത്തമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും അറിയാത്തവർക്കായിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഈ ഇത് ഫംഗ്ഷൻ ചെയ്യുന്നത് പല രീതിയിലായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഹീറോ ഹോണ്ട പോലുള്ള വണ്ടികൾ കാണുന്നുണ്ടെങ്കിൽ കറണ്ട് ഒക്കെ ആയിരിക്കും കട്ട് ചെയ്യുന്നത്, സ്പാർക്ക് കട്ട് ചെയ്തായിരിക്കും വണ്ടി ഓഫ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ യമഹയുടെ വണ്ടികളെന്ന് പറയുന്നത് ഫ്യൂൽ പമ്പിനെയാണ് കട്ട് ചെയ്യുന്നത്. അതായത് ഊരി കിടക്കുകയോ ഇതിൻ്റെ കണക്ഷൻ പ്രശ്നം വരിക അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂൽ പമ്പ് വർക്ക് ചെയ്യത്തില്ല. അങ്ങനെയാണ് വണ്ടി ഓഫ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്, ആ ഒരു കാരണം കൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ ബാങ്ക് ആംഗിൾ സെൻസർ ചെക്ക് ചെയ്യണമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആദ്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 3 ലൈന് കാണാൻ പറ്റും. ഒരു കറുപ്പ്, ഒരു മഞ്ഞ, ഒരു നീല. ഇതിനകത്ത് 3 ലൈനുണ്ട്. 3 ലൈനിൽ ഏതാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. പ്ലസ് ഏത് മൈനസ് ഏതാണെന്നുള്ളത്, ഔട്ട്പുട്ട് സിഗ്നൽ ഏതാണെന്നുള്ളത്. അപ്പോൾ നോക്കാൻ പറ്റും. ഇതിനകത്ത് റെഫറൻസ് വോൾട്ടേജ് ആയിരിക്കും മിക്കവാറും വരുന്നത്. കാരണം ECM നിന്നായിരിക്കും വോൾട്ട് വരുന്നത്. ബാറ്ററി എന്നുള്ളതായിരിക്കില്ല. ബാറ്ററി എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ 1 വോൾട്ട് ആയിരിക്കും. നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ലൈനിൽ തന്നെ ചെക്ക് ചെയ്യാം, ഈ ബ്ലൂ ലൈനിൽ ചെക്ക് ചെയ്യാം. നമുക്കിതിനകത്ത് മൾട്ടിമീറ്ററിൻ്റെ പ്രോബ് കണക്ട് ചെയ്യാം. ഇത്രയും വലിയ മൾട്ടിമീറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്തൊരു വയർ, ഈ ഷാർപ്പ് പോയിൻ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു വയർ വല്ലാകത്ത് കണക്ട് ചെയ്ത് വയറിലൊരു കമ്പി, നൈസ് കമ്പി കണക്ട് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഞാനിത് ബോഡിയിലാണ് ഇപ്പോൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. എത്ര വോൾട്ട് വരും നോക്കാം. താക്കോൽ ഓണായിരിക്കണം. ഞാൻ ഓഫായിരുന്നു, ഓണാക്കിയിട്ടുണ്ട് താക്കോൽ. ഫ്രണ്ട്സിനകത്ത് 5 വോൾട്ട് വരുന്നുണ്ട്. റെഫറൻസ് വോൾട്ടേജാണ് ഈ വരുന്നത്. അതായത് ECM എന്നുള്ള വോൾട്ടായിരിക്കും വരുന്നത്. 5 വോൾട്ട് 6 വോൾട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കണക്ഷൻ വരുന്നുണ്ട് കറക്റ്റായിട്ട്. പിന്നെ അടുത്ത ചെക്ക് ചെയ്യാമെന്ന് പറയുന്നത് നമുക്ക് ഈ നടുക്കുള്ള ലൈന് ഏതാണെന്ന് നോക്കാം. ഇതിനകത്തൊരു ഗ്രൗണ്ട് എന്തായാലും വരണം. നമുക്ക് ആ ഗ്രൗണ്ട് ആണോന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇത് ഗ്രൗണ്ട് ആണോന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ഗ്രൗണ്ട് മിക്കവാറും കറുപ്പായിരിക്കും, കറുപ്പാവാനാണ് സാധ്യത കൂടുതൽ. നമുക്ക് കറുപ്പൊന്ന് ചെക്ക് ചെയ്യാം. എന്തായാലും കറുപ്പ് ചെക്ക് ചെയ്തിട്ട് അത് കറുപ്പ് ഗ്രൗണ്ട് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റി മോഡിലിടണം. ഫ്രണ്ട്സ്, ഇത് ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറവുകളും എല്ലാം ഉണ്ടാവും. എല്ലാവരും സഹകരിക്കണം, ക്ഷമിക്കണം. അപ്പോൾ ഞാൻ ഡയോഡ് മോഡിലാക്കിയിട്ടുണ്ട്. ഓക്കെ, മൾട്ടിമീറ്ററിങ്ങനെ ഹോളൊക്കെ ഇട്ട് തൂക്കിയൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാം. ഈ കറുപ്പ് വയറിലാണ് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്നത്. ഗ്രൗണ്ടാണ്. നമുക്ക് വരുമോ നോക്കാം അതിനകത്ത് ഗ്രൗണ്ട്. ഫ്രണ്ട്സ്, അതിനകത്ത് ഗ്രൗണ്ട് വരുന്നുണ്ട്. ബീപ്പ് സൗണ്ട് കേൾക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൽ കറക്റ്റായിട്ട് കറണ്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇനി നോക്കാവുള്ളതെന്ന് പറഞ്ഞാൽ ഇത് കംപ്ലൈൻറ്റ് ഉണ്ടോയെന്നുള്ളതാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇനി ഒന്നുകിൽ കംപ്ലൈൻറ്റ് ഇത് വരാൻ സാധ്യതയെന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ബാങ്ക് ആംഗിൾ സെൻസർ ആവാനാണ് സാധ്യത കൂടുതൽ. നമ്മൾ ഇത്രയും നോക്കിയ സ്ഥിതിക്ക് ഇത്രയേ ഉള്ളൂ ഫ്യൂൽ പമ്പിൻ്റെ. പിന്നെ ചെക്ക് ചെയ്യാനുള്ളൊരു ഫംഗ്ഷനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലൈ വീൽ കീ പൊട്ടുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാന്നുള്ളതാണ്. പിക്കപ്പ് കോയിൽ കംപ്ലൈൻ്റ് ആവുക ചെയ്താലും ഇത് പമ്പ് വർക്ക് ചെയ്തില്ല. പക്ഷേ അത് കറക്റ്റ് ആവാനാണ് സാധ്യത. കറക്റ്റ് ഞാൻ നോക്കി സെറ്റ് ചെയ്തതാണ്. എനിക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്തായിരിക്കും കംപ്ലൈൻറ്റ് എന്നുള്ളത്.
എന്തായാലും നമുക്ക് നോക്കാം. ഞാനൊന്ന് നോക്കിയിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഇനി നമുക്ക് വീഡിയോ കുറച്ച് നേരം നിർത്തി വെച്ച് ഇനി ശരിക്കും നോക്കേണ്ടതായിട്ട് വരും. ഇത്രയും ആണ് നമ്മൾ ബേസിക്കായിട്ട് നോക്കേണ്ടത്. ബേസിക്കായിട്ട് നോക്കേണ്ട കാര്യങ്ങളെല്ലാം അതിനകത്ത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞു. എന്തായാലും നമുക്ക് നോക്കാം ഫ്രണ്ട്സ്. എന്താണെന്നാലും ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം ഫ്രണ്ട്സ്. അങ്ങനെ ഇതിനകത്ത് ഏകദേശം 1.5-2 മണിക്കൂറോളം കിടന്ന് കഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഫ്ലൈവീൽ എനിക്ക് ഉറപ്പായിരുന്നു ഫ്ലൈവീലേക്ക് പോകാൻ സാധ്യതയില്ലാന്ന്. എന്നിരുന്നാലും അതിനെ ഒന്നുകൂടെ അഴിച്ച് ഞാൻ രണ്ടാമത് റീസെറ്റ് ചെയ്തു. അതൊന്നും വേറെ ഒരു കുഴപ്പമില്ല. പിക്കപ്പ് ഓയിൽ കറക്റ്റാണ്, എല്ലാം കറക്റ്റാണ്. എന്നിട്ടും ഓക്കെ ആയില്ല. പിന്നെ ഒരു കാര്യം ആണ് നമുക്കത് വിട്ടുപോയെന്ന് പറയുന്നത്, ECM ഒന്നുകൂടെ നമുക്ക് ഉരുണ്ടായിട്ട് വന്നു. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചില്ല. നമ്മുടെ ഈ ബാങ്ക് ആംഗിൾ സെൻസറിൻ്റെ സിഗ്നൽ ഔട്ട്പുട്ട് ലൈന് നമ്മൾ ശ്രദ്ധിച്ചില്ല. അപ്പം അതായിരുന്നു അതിൻ്റെ യഥാർത്ഥ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത്. ഈ സിഗ്നൽ ഔട്ട്പുട്ട് കണ്ടിട്ടില്ല. അതായത് നമ്മുടെ ഈ മഞ്ഞയിൽ നീല ലൈൻ എന്ന് പറയുന്നത്, അതിനകത്തുനിന്ന് നമ്മുടെ ECMലേക്കുള്ള കണ്ടിന്യൂറ്റി ഇല്ല. അതാണ് കാര്യം എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാനത് കണ്ടിന്യൂറ്റി കാണിക്കാം. അതിൻ്റെ കണ്ടിന്യൂറ്റി ഊരിയിട്ട് ഈ ലൈന്, ഈ കാണുന്ന നടുക്കുള്ള ലൈന് ഞാനതിൻ്റെ ECM ഊരി. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള പോയിൻ്റ് എന്ന് പറയുന്നത് ഇവിടുന്ന് 7ാമത്തെ കണക്ഷനാണ്. അതായത് നമ്മളിവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റും. 1, 2, 3, 4, 5ാമതും ഒരു സെയിം കളറായിട്ടുള്ള വയറുണ്ട്. അതല്ല, അതിന് ശേഷം ഒരു കറുപ്പ് കണ്ട ഒരു മഞ്ഞയിൽ പച്ച കളർ വയർ, ഈ വയർ, ഈ ലൈന്. ഇതാണ് നമ്മുടെ ബാങ്ക് ആംഗിൾ സെൻസറിൽ നിന്ന് വരുന്ന സിഗ്നൽ ലൈൻ, ഔട്ട്പുട്ട് സിഗ്നൽ ലൈൻ എന്ന് പറയുന്നത്, ECMലേക്ക് പോകുന്ന സിഗ്നൽ ലൈൻ എന്ന് പറയുന്നത്. ആ സിഗ്നൽ ലൈന് ഇവിടെ വന്നാൽ മാത്രമേ നമ്മുടെ ഈ ഫ്യൂൽ പമ്പ് ഇവിടെ നിന്നുള്ള മഞ്ഞ വയർ വഴി ഫ്യൂൽ പമ്പിലേക്ക് സിഗ്നൽ, അതായത് എർത്ത് പോവുള്ളൂ. പോസിറ്റീവ് ലൈനല്ല പമ്പിലേക്ക് പോകുന്നത്, ഗ്രൗണ്ടാണ് പോകുന്നത്. പോസിറ്റീവ് ലൈന് ഓൾറെഡി 12 വോൾട്ട് ലൈന് നമ്മുടെ പമ്പിൽ താക്കോൽ ഓൺ ചെയ്യുമ്പോൾ റെഡ് ലൈനിൽ വന്ന് നിൽക്കും. സിഗ്നൽ കിട്ടുമ്പോഴായിരിക്കും പമ്പ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇത് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാം. ഞാൻ മറ്റേ പ്രോബ് മറ്റേ കണക്ട് ചെയ്തിരിക്കുകയാണ്. മൾട്ടിമീറ്ററിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കുന്നതായിട്ട് കാണാൻ പറ്റില്ല ഫ്രണ്ട്സ്. കറക്റ്റായിട്ട് കോൺടാക്റ്റ് ഉണ്ട്. ഞാനതകത്ത് കമ്പി കണക്ട് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ മറ്റേ ലൈനെന്ന് പറയുന്നത് നമ്മൾ അടുത്ത അതിൻ്റെ റോളർ സെൻസറിൻ്റെ ബാങ്ക് ആംഗിൾ സെൻസറിൻ്റെ ലൈനിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഒരു റെസ്പോണ്ടും ഇല്ല. അപ്പോൾ നമുക്ക് ആ ലൈന് ബ്രേക്ക് ആയതെന്നാണ് തോന്നുന്നത്. നമുക്കത് ക്ലിയർ ചെയ്തിട്ട് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. യമഹയുടെ വണ്ടികൾ അത്രയും കുഴപ്പം പിടിച്ച വണ്ടികളല്ല. നമ്മുടെ ഹോണ്ടയുടെ അത്രയും കോംപ്ലിക്കേഷൻ അല്ല സാധാരണ യമഹയുടെ വണ്ടികൾ. ഇങ്ങനത് വയറും കാര്യങ്ങളൊക്കെ കുറച്ചേ ഉള്ളൂ. ഹോണ്ടയുടെ ആക്ടിവയുടെയൊക്കെ വണ്ടികളാണെങ്കിൽ 42, 46 വയറെന്തോ ഉണ്ട്. ECMൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ടും ആയിട്ടും എല്ലാം. ഇത് കുറച്ചുകൂടെ സിമ്പിളാണ് യമഹയുടെ വണ്ടികൾ. ഓക്കെ, നമുക്ക് ആ ലൈന് എവിടെയാണ് ബ്രേക്ക് ആയെന്നുള്ളത് ഇനി കണ്ടുപിടിച്ചിട്ട് ഞാൻ കാണിക്കാം എന്താണെന്നുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ എന്നെ ഒരുപാട് അത് ബുദ്ധിമുട്ടിച്ചില്ല. പെട്ടെന്ന് കംപ്ലൈൻറ്റ് കണ്ടെത്തി. ഞാനത് ഇവിടെ കട്ട് ചെയ്ത് സ്ക്രൂ ഡ്രൈവർ വെച്ച് ആ വയറിനെ വലിച്ചപ്പോൾ തന്നെ അത് അവിടുന്ന് ബ്രേക്കായി വന്നു. ഈ ലൈന് ഇതുവഴിയാണ് പോകുന്നത്. നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഈ ലൈന്, ഈ വരുന്ന ലൈനെന്ന് പറയുന്നത് ആ ലൈനാണ്, നമ്മുടെ ബാങ്ക് ആംഗിൾ സെൻസറിൽ നിന്ന് വരുന്നുള്ള ലൈനാണ്. അപ്പോൾ ഇത് ഇൻറ്റേർണൽ ബ്രേക്കാണ്. വേറെ പുറമേ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും അറിയാൻ പറ്റത്തില്ല. ഞാനിതിങ്ങനെ സ്കൂട്ടർ കയറ്റി ഇങ്ങനെ വലിച്ചതും പെട്ടെന്ന് ഇങ്ങനെ പൊട്ടി വന്നു. അപ്പോൾ നമുക്കിത് കണക്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളെ കുറച്ച് നേരം കഷ്ടപ്പെടുത്തിയെങ്കിലും അത് നമ്മളോട് സഹകരിച്ചു. അപ്പോൾ ഞാനത് കണക്ട് ചെയ്തിട്ട് നമുക്കത് വൃത്തിയായിട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നല്ല രീതിയിൽ തന്നെ ജോയിൻറ്റ് ചെയ്ത് ഇൻസ്ട്രക്ഷൻ ടേപ്പ് അടിക്കുന്നതിന് പകരം പ്രത്യേക സ്ലീവ് മേടിക്കാൻ കിട്ടും. അതിനകത്ത് ഞാനത് കാണിച്ചു തരാം. ആ സ്ലീവ് ഇട്ട് നല്ല രീതിയിൽ ചൂടാക്കി സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ പിന്നീടും അതുപോലെ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. ഇത് നേരത്തെ കംപ്ലയിൻറ്റ് കസ്റ്റമർ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിരുന്നതാണ്. വണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓഫാകുന്ന പോലെ പ്രശ്നം കസ്റ്റമർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വണ്ടി ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓഫായിപ്പോവും, പിന്നെയും സ്റ്റാർട്ടാവും. ഇപ്പോൾ നമ്മൾ അഴിച്ച സമയത്ത് ഈ ഓയറൊക്കെ വലിഞ്ഞ സമയത്ത് പരിപൂർണ്ണമായിട്ടും അത് ഇങ്ങനെ പണിയായതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കത് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം. ഫ്രണ്ട്സ്, ഞാനങ്ങനെ ഇതിൻ്റെ
ബ്രേക്കായ വയറെല്ലാം ജോയിൻ്റ് ചെയ്തു. നല്ല വൃത്തിയായിട്ട് തന്നെ ജോയിൻ്റ് ചെയ്തിട്ടുണ്ട്. ജോയിൻ്റ് ചെയ്ത ശേഷം സോൾഡറിങ്ങാണ് വെച്ച് സോൾഡർ ചെയ്തിട്ട് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇത്തരത്തിൽ സ്ലീവ് നമുക്ക് ഇലക്ട്രോണിക്സ് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. മഴ പെയ്യുന്നുണ്ട്, ശബ്ദം ക്ലിയർ ആണെന്ന് അറിയില്ല. ഷോപ്പിൽ മേടിക്കാൻ കിട്ടും, ഇലക്ട്രോണിക് ഷോപ്പിൽ മേടിക്കാൻ കിട്ടും. ഇത് മേടിച്ച് അതിനകത്തിട്ടിട്ട് നമ്മൾ തീപ്പെട്ടി കത്തിക്കണമെന്നില്ല, ഈ സോൾഡറിങ്ങാണ് വെച്ച് തന്നെ അതിൽ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഉരുവി പിടിച്ചോളും. നമുക്ക് അത്തരത്തിൽ സോൾഡർ എടുക്കാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അപ്പുറത്ത് ബാങ്ക് ആംഗിൾ സെൻസർ ലൈൻ കണക്ട് ചെയ്തോ നോക്കാം. അത് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് താക്കോൽ ഓൺ ചെയ്ത് നോക്കാം പമ്പ് വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. പമ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ യമഹയുടെ പമ്പ് ഇച്ചിരി സൈലൻ്റാണ്, പെട്ടെന്ന് നമുക്ക് അത്ര കേൾക്കാൻ പറ്റില്ല. മഴയും പെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കിതിനി സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം. ഇനി വണ്ടി സ്റ്റാർട്ടായി. പെർഫെക്റ്റാണ്, വേറെ ശബ്ദമൊന്നുമില്ല, എല്ലാം ക്ലിയറാണ്, ഓക്കെയാണ്. നമുക്കിനി ഫ്രണ്ട്സ് ഇത് വണ്ടി ഓഫ് ചെയ്യാം. ഇത് ബാങ്ക് ആംഗിൾ സെൻസർ ബൈപ്പാസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. നമുക്കിപ്പം ഈ സെൻസറൊന്നും പെട്ടെന്ന് മേടിച്ച് വെച്ച് ചെക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം അഥവാ മേടിച്ച് വെച്ചിട്ട് ഇതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള നമ്മൾ ഓരോ ഐഡിയകൾ കണ്ടെത്തി വെച്ചിരിക്കണം എപ്പോഴും ഓരോ കമ്പോണൻസ് ചെക്ക് ചെയ്യാനുള്ളത്. നമ്മുടെ ഹീറോ ഹോണ്ട പോലുള്ള വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് ആംഗിൾ സെൻസർ കണക്ഷൻ ഊരി വിട്ടാൽ തന്നെ അത് ഓഫായിക്കോളും, അത് ബൈപ്പാസ് ആയിക്കോളും. പക്ഷേ നമ്മുടെ യമഹയുടെ വണ്ടികളിൽ അത് പറ്റില്ല. നമുക്ക് വയർ ഡയറക്റ്റ് ചെയ്താൽ പോലും പറ്റില്ല. നമുക്ക് ഈ ഡയോഡ് ഉപയോഗിച്ച് പൊളാരിറ്റി കറക്റ്റ് കൊടുത്താൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. ഞാനത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. വീഡിയോ അല്പം ലെങ്ത്താണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനത് കാണിച്ചു തരാം ഒന്നുകൂടെ. ഫ്രണ്ട്സ്, ഞാനിത് നമ്മുടെ ബാങ്ക് ആംഗിൾ സെൻസർ ഇല്ലാതെ തന്നെ എങ്ങനെ ഇതിനെ ബൈപ്പാസ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. നമുക്കൊരു ഇതുപോലൊരു 2 ആമ്പിയർ ഡയോഡ് വാങ്ങിക്കുക. 2 ആമ്പിയർ ഡയോഡ് തന്നെ മേടിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെഗ് ചെറുതായിരിക്കും, ഇതിനകത്ത് കറക്റ്റായിട്ട് സീറ്റിംഗ് ആയിട്ടിരിക്കും. അതുപോലെ ഈ വരയുള്ള ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ കറുത്ത ലൈനിൻ്റെ ഭാഗത്തും, മറ്റേ ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ മിഡിൽ സിഗ്നൽ ഔട്ട്പുട്ട് ലൈനിലും കണക്ട് ചെയ്യണം. നമുക്കത് വണ്ടി സ്റ്റാർട്ടാവാൻ നോക്കാം. വണ്ടി സ്റ്റാർട്ടായി, ഒരു കുഴപ്പമില്ല, പെർഫെക്റ്റാണ്. അത് ഓഫ് ചെയ്യാണ്. ഫ്രണ്ട്സ്, നമുക്കിതിനി തിരിച്ച് കൊടുത്ത് നോക്കാം. ഇനി സ്റ്റാർട്ടാവാൻ നോക്കാം. ഫ്രണ്ട്സ്, ഇത് തിരിച്ചു കൊടുത്താൽ ഒരിക്കലും സ്റ്റാർട്ടാവില്ല. അതുപോലെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ കോണ്ടാക്റ്റും കറക്റ്റായിരിക്കണം. അത് നമുക്കിത് ഊരി മാറ്റാം. ഊരി മാറ്റിയിട്ട് ഒരു വയർ വെച്ച് ഇതിനെ ഡയറക്റ്റ് ചെയ്ത് നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, ECM ഒന്നും പോകത്തില്ല. നമുക്കിത് മുമ്പേ അത് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. മുമ്പൊരു ഞായറാഴ്ച ഇതുപോലൊരു വണ്ടി കംപ്ലയിൻറ്റ് വന്ന സമയത്ത് ഇതിന് ഇത്തരത്തിൽ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് അങ്ങനെ ചെയ്തെടുത്തൊരു ഐഡിയ ആണത്. അപ്പോൾ നമുക്കിത് ഒരു പ്രശ്നം വയർ വെച്ച് ഡയറക്റ്റ് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇത് വയർ വെച്ചാലും ഇത് സ്റ്റാർട്ടാകത്തില്ല. കറക്റ്റ് ഡയോഡ് തന്നെ വേണം. ഡയോഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇത് സ്റ്റാർട്ടാവും. നമുക്ക് ബാങ്ക് ആംഗിൾ സെൻസർ കംപ്ലയിൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ സ്പ്ലെൻഡർ പോലുള്ള വണ്ടികൾക്കാണെങ്കിൽ അത് ഊരി വിട്ടാൽ മതിയാവും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് എല്ലാവരും ഓർമ്മയിലേക്ക് വെക്കുക. അപ്പോൾ നമ്മുടെ വണ്ടി ഓക്കെ ആയിട്ടുണ്ട്, പെർഫെക്റ്റാണ്. ഞാനീ ബോഡിയൊക്കെ വെച്ചൊന്ന് മുറുക്കി ഓടിച്ച് നോക്കണം. സ്റ്റാർട്ടിങ് ആയിരുന്നു പ്രശ്നം, സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് ഇനി കാണാം. എല്ലാവർക്കും നമസ്കാരം, ഒരു ശുഭദിനം ആശംസിക്കുന്നു.